ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് രാവിലെ വെള്ളപ്പം മുട്ട റോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലല്ല, ഞാൻ പണിക്ക് പോണ വീട്ടിലെ വിശേഷങ്ങളാണ് ഇന്നും. ആ വിശേഷങ്ങളായിട്ട് തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. അപ്പം വേഗം മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് ഒന്ന് വഴറ്റിയെടുത്തണേ, അതിലേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളപ്പം അപ്പുറത്ത് അടുപ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട മസാലകളൊക്കെ അങ്ങനെ ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് മുട്ട റോസ്റ്റും വെള്ളപ്പവും ആക്കുക എന്നുള്ളത് ചേച്ചീൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ആ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഇന്ന് വെള്ളപ്പവും മുട്ട റോസ്റ്റും. അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേക്ക് തന്നെ ചേച്ചി വെള്ളപ്പത്തിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ ഏറ്റെടുത്തതാണ്. ചേച്ചി ഞാൻ ചെല്ലുമ്പോഴേക്ക് എല്ലാം തയ്യാറാക്കിയൊക്കെ വെക്കും. അപ്പോൾ ഞാൻ വേഗം ആ ഒരു പണിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളപ്പത്തിന് മാവ് ഒഴിച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പണിക്ക് നിന്നത്. അപ്പം അടുപ്പ് സ്ലോ ആക്കി വെച്ചുകൊണ്ട് തന്നെ വെള്ളപ്പം സ്ലോ ആയിട്ടേ ആവുള്ളൂ കേട്ടോ. സിമ്മിലിട്ട് വെച്ചതാണ്, നല്ല നെരിഞ്ഞ് വെന്തോട്ടേ വിചാരിച്ചിട്ടാട്ടോ. അപ്പം വെള്ളപ്പത്തിന് നല്ല മുരിച്ചിൽ എന്ന് പറയില്ല നമ്മൾ, അതാണ് നെരിഞ്ഞ് വെന്തോട്ടേ പറഞ്ഞത് കേട്ടോ. മുരിച്ചിൽ പറയും. അപ്പോൾ മനസ്സിലാകാത്തവർക്കായിട്ട് പറയണം, നല്ല മുരിഞ്ഞ് വെന്ത് വരും. അപ്പോൾ അത് തിന്നാൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ചേച്ചി പറഞ്ഞു അങ്ങനെ ആയാൽ മതി മോളെ, അടുപ്പ് സ്ലോ ആക്കിക്കോ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാട്ടോ. അപ്പോൾ മുട്ട റോസ്റ്റിനുള്ള പണി തകൃതിയായി നടക്കുകയാണ്. ചേച്ചി കുക്കറിലിട്ട് മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേക്ക് ഞാൻ പറഞ്ഞല്ലോ, ചായൻ്റെ പണി ഏകദേശം ചേച്ചി ഒന്ന് തുടങ്ങി വെക്കും കേട്ടോ. എന്തായാലും അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ. ചേച്ചി എല്ലാ കാര്യങ്ങളും സപ്പോർട്ടാണ്, എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യും കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് അടുക്കളയിലാക്കുക അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല കേട്ടോ. എല്ലാം കൂടി ചെയ്ത് തരും. നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യട്ടെ അങ്ങനത്തെ യാതൊരു പിടിവാശിയും ഒന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പണികളങ്ങനെ ചെയ്തുകൊണ്ട് കേട്ടോ. മുട്ട തോലൊളിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് കാണിച്ചു തന്നേന്നുള്ളൂ കേട്ടോ. അപ്പം 3 മുട്ട ഉണ്ട്. ഒന്ന് എനിക്കും, ഒന്ന് അപ്പനും, ഒന്ന് ചേച്ചിക്കും. ഞങ്ങൾ 3 ആളല്ലേ ഇപ്പോൾ അവിടെ ഉള്ളൂ. അപ്പം ഞാൻ ചെന്നിട്ടാണ് കേട്ടോ ഒരു ചായയൊക്കെ കുടിക്കാൻ, എന്നെയും കൂടി കാത്ത് നിൽക്കണതാണിത് ചായ കുടിക്കാനായിട്ട്. അപ്പം ഞാനും ചേച്ചിയും അപ്പനും ഒപ്പരം ഇരുന്നിട്ട് അങ്ങോട്ട് ചായ കുടിക്കും. ചായ കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ചോറിനൊക്കെ വെള്ളം വെക്കലുള്ളൂ. പക്ഷെ ഞാൻ ഇന്ന് വേഗം ചോറിനുള്ള വെള്ളം വെച്ചിട്ടാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. കുറേ നേരമായിട്ട് എന്നെ വിളിക്കുകയാണ്, ചോറിന് വെള്ളം വെച്ചിട്ട് എന്നാൽ പോര്, വേഗം പോര് പറഞ്ഞ് കുറേ നേരമായി വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് ചായ കുടി കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അതിന് ശേഷം മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് മുറ്റടിക്കാൻ ഇറങ്ങിയാലേ സമാധാനമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ ചെന്നാൽ മുറ്റടിച്ച് വരലേനി. ഇപ്പം ഞാൻ വേഗം ചായയൊക്കെ ഉണ്ടാക്കാൻ നിന്ന് അതൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞിട്ടേ മുറ്റടിച്ച് തരാൻ പോരുള്ളൂ കേട്ടോ. ഇന്നങ്ങനെയാണ്. പക്ഷെ അപ്പോഴേക്ക് വെയിൽ വന്നിട്ടോ, എന്നാലും വേണ്ടില്ല മുറ്റടിച്ച് വരില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ വേഗം മുറ്റടിച്ച് വരും. അപ്പോൾ മാവിൻ്റെ ഇലകളാണ് കേട്ടോ. മാവുണ്ട് മുറ്റത്ത്, ഒരു 2-3 മാവുണ്ട്. അതിൻ്റെ ഇലകളാണ് കേട്ടോ. 3 അല്ല 2 മാവ്, ഒരു പേരയ്ക്കാമരമാണ്, അതിൻ്റെ ഇലകളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ അടിച്ചു തരണം. അപ്പോൾ നമുക്കിന്നൊരു ക്യാമറാമാൻ ഉണ്ട് കേട്ടോ അവിടെ. ക്യാമറാമാനല്ല, ക്യാമറ വുമൺ ഉണ്ട് ഇന്ന് അവിടെ. അപ്പോൾ അടുക്കളയിലെ പണികളും ഉണ്ട് അതിൻ്റെ ഇടയിലല്ലോ. അപ്പോൾ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മുന്നേ ഉള്ളിയും ചെറിയ ഉള്ളി അല്ല കേട്ടോ, വെളുത്തുള്ളിയും ഇഞ്ചി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളിയൊക്കെ മുറിച്ച് വെച്ച് തക്കാളി മുറിക്കേണ്ട. അപ്പോൾ അയിലയാണ് കൊണ്ടുവന്നത്. അപ്പം രാവിലെ പോയിട്ട് അയില വാങ്ങി കൊണ്ടുപോയി വെച്ചിന്. അപ്പോൾ ചേച്ചി അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിന് കേട്ടോ. ഈ അപ്പൻ എന്ന് പറയുന്നത് ഞാൻ അവിടുത്തെ അപ്പനെ കേട്ടോ അപ്പൻ എന്ന് പറയുന്നത്. അപ്പനെ ഞാൻ അങ്ങനെയാണ് വിളിക്കൽ. അപ്പം മീനൊക്കെ ഞാൻ മുറിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചേച്ചീൻ്റെ മോൻ്റെ കുട്ടി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. നമ്മളെ എന്താ പറയുക, അച്ചുട്ടിന്ന് വിളിക്കും ഞങ്ങൾ. ചെറിയ മോളാണ്, 6ാം ക്ലാസ്സിലേക്കാണ് ഇനി. അപ്പോൾ അച്ചുട്ടിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം പറയാം ആൻറ്റി ഞാൻ വീഡിയോ എടുത്തുതരാം എന്നൊക്കെ പറയും കേട്ടോ ആൾ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോട്ടെ വിചാരിച്ചിട്ടാണ് അടിച്ചു തരുന്ന വീഡിയോ ഓളെ കൊണ്ട് എടുപ്പിച്ചത് കേട്ടോ. അപ്പോൾ ചാനലൊക്കെ എന്ത് കാര്യങ്ങളും ആ കുട്ടീനോട് ചോദിച്ചാലും ആൾക്കും അറിയാം കേട്ടോ. ചാനലിനെ പറ്റിയിട്ട് യൂട്യൂബിനെ പറ്റിയിട്ടൊക്കെ നല്ല അറിവാണ്. അതുകൊണ്ട് തന്നെ ഓളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറഞ്ഞു തരും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെയും കാട്ടി വിവരം ചെറിയ കുട്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ്. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചാൽ പറഞ്ഞു തരും. അവൾക്കൊരു ഏട്ടുണ്ട് അപ്പൂസിനായാലും ചാനലിനെ പറ്റിയിട്ട് നല്ല അറിവാണ്. അപ്പം ആൻറ്റിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളോട് ചോദിച്ചാൽ മതി പറയും കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞു സംശയങ്ങളൊക്കെ ഞാൻ അവരോട് ചോദിക്കും, അവർ തീർത്ത് തരും. അതെങ്ങനെയല്ലേ മക്കൾക്ക് ഇതെല്ലാം അറിയണമെന്ന് ഞാൻ ചിന്തിക്കും കേട്ടോ. പക്ഷെ എന്താവോ ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു മറിമായാണ് അതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് അറിയാത്തതായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയനെ കുറിച്ചിട്ട് നല്ല അറിവും ഇതൊക്കെ കുട്ടികൾക്ക് തന്നെയാണുള്ളത് കൂടുതലായിട്ടും. അതും ഒരു ആശ്വാസമാണേ. നമുക്കറിയാത്തത് അവരോട് ചോദിക്കാൻ അവരെ ഉണ്ടല്ലോ അവിടെ എന്നുള്ളൊരു സമാധാനമാണ്. അപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ അവരവിടേക്ക് വരും കേട്ടോ. ട്യൂഷനൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് അവർ വന്നു കഴിഞ്ഞാലും വർത്തമാനം പറയാനൊക്കെ ഒരാളായി. പിന്നെ ചേച്ചിയും നല്ല സപ്പോർട്ടായിട്ട് വർത്തമാനം പറയാനും ഒക്കെ വീഡിയോ എടുക്കണതിലൊക്കെ ചേച്ചിയും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചേച്ചിയും ഞാനുമാണ് പകൽ അവിടെ ഉണ്ടാവുക.
ചില ദിവസങ്ങളിൽ മാത്രമേ മക്കൾ എത്തുള്ളൂ കേട്ടോ. എന്നാലും മക്കൾ എത്തിക്കഴിഞ്ഞാൽ നല്ല വർത്താനവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അപ്പനവിടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കസേരയിലിരിക്കും. അത് അങ്ങനെ ഒരു ഇതാണ് അപ്പൻ്റെ ഹോബി, അതാണ്. പിന്നെ ഇടയ്ക്ക് പാട്ടൊക്കെ ഇട്ട് റേഡിയോയിൽ പാട്ടൊക്കെ ഇട്ട് അപ്പം നല്ല പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ എന്താ പറയുക ചെറിയ ചെറിയ ഫാമിലീൻ്റെ ഒരു ഇത് കേട്ടോ. അങ്ങനെ ഞാൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണേ. കറിക്കുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കണം. മീനൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വേഗം വഴന്ന് കിട്ടാനായിട്ടാണ്. അപ്പോൾ ഞാൻ 3 അയിലുള്ളതിന് 1 അയില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 3 അയിലൊന്നും കറി വെച്ചാൽ ഇവിടെ ആരും കൂട്ടൂല കേട്ടോ. ഇവിടെ ചേച്ചി അപ്പനും മാത്രമേ ഉള്ളൂ. അവർക്ക് 2 അയില കറി വെച്ചാൽ തന്നെ നാളെ രാവിലെ ഇനിയിപ്പം പോയാൽ ആ കറി അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഭക്ഷണം കഴിക്കൂല. പിന്നെ ഒരു ചോറും കറി എന്തായാലും ഉണ്ടാക്കണ്ടേ, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നതാ കുറച്ച് ഇളവന് ഉണ്ട് കേട്ടോ. അന്ന് നമ്മൾ ഉപ്പേരി വെച്ചതിൻ്റെ ബാക്കി എടുത്ത് വെച്ചതുണ്ടായിട്ട്, അപ്പോൾ അതാണ് ഇന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രീസറിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല ഐസാണ്. എന്നാലും ഞാനതെടുത്തൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം ഐസൊക്കെ അലിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതാണ് ഉപ്പേരി കേട്ടോ. അപ്പം ചെറുതായിട്ടൊരു ഉപ്പേരി, ചെറുതായിട്ടൊരു കറി, അതൊക്കെയാണ് ഇവിടുത്തെ ആ ഒരു ഇത് കേട്ടോ. കാരണം 2 ആൾ മാത്രമേ ഉള്ളൂ. മക്കളാണെങ്കിൽ അങ്ങനെ മീനൊന്നും കൂട്ടില്ല. അവർക്ക് ചിക്കനോടൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് അവർക്ക് ചിക്കനൊക്കെ വാങ്ങിയിട്ട് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതാ സംഭവം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ വേവിച്ചെടുത്തതിൻ്റെ ശേഷം വറവിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഉപ്പും 2-3 പച്ചമുളകും ചീന്തി ഇട്ട് കൊടുത്തണേ. അപ്പോൾ നമ്മൾ അയിലക്കറി അതിൻ്റെ ഇടയിൽ ഇവിടെ റെഡി ആയിട്ടോ. നല്ല സൂപ്പർ കറിയാണ്. അപ്പോൾ 2 അയിലയാണ്, 2 തലയുണ്ട്, 2 വാൽക്കഷ്ണം ഉണ്ട് കേട്ടോ. കാരണം 2 കഷ്ണമായിട്ടേ ഒരു മീൻ മുറിക്കലുള്ളൂ കേട്ടോ. അതൊക്കെയാണ് ഇവിടുത്തെ ആ ഒരു രീതി. അങ്ങനെയാണ്, അപ്പന് അങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കറി ആയിനി ഉപ്പേരിയും കൂടി ആയിട്ട് വേണം ബാക്കി പണികളൊക്കെ ചെയ്യാനായിട്ട്. ബാക്കി പണികളെന്ന് പറയുന്നത് കൂടുതലൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വരണം, ഒന്ന് തുടയ്ക്കണം, മുകളിലും താഴെയും ഒന്ന് തുടയ്ക്കണം, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ തേങ്ങയൊക്കെ ഒന്ന് ചിരവി വെക്കണം, പിന്നെ ചോറൊന്ന് വാർക്കാനുണ്ട്, അങ്ങനെയുള്ള പണികളൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ സമയം നോക്കി ചെയ്യും. കാരണം ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് പോരണ്ടേ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള ഓരോ ടൈം നോക്കിയിട്ട് ഓരോന്ന് ചെയ്യും. അതിൻ്റെ ഇടയിൽ തേങ്ങയൊന്ന് പൊളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുറ്റത്തൊന്ന് പോകണം. തേങ്ങ മുറ്റത്താണ് കിടക്കുന്നത്. തേങ്ങ പൊളിക്കുന്ന സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഓരോ ശ്രമത്തിലാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പണികളും കഴിയണ്ടേ. അപ്പം ഗ്യാസുമ്മലാണ് ഫുള്ള് പരിപാടി കേട്ടോ, എന്നും പറയുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മളതാ ഈ പടവലത്തിൻ്റെത് നല്ലോണം വെന്തിന് കേട്ടോ. അത് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ട് വറ്റൽ മുളക് ഇട്ട് കൊടുത്തേ. അപ്പോൾ വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് അതിൽ ഉപ്പിട്ടണല്ലോ. ഉപ്പിട്ട് വഴറ്റിയെടുക്കുമ്പോഴല്ലേ അതൊന്ന് നല്ലോണം വഴന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കേണ്ടത്. ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലാണ് ഇഷ്ടം. അപ്പനും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം, അതാണ് ഇഷ്ടം കേട്ടോ. അപ്പം പച്ചമുളക് ഇട്ട് കൊടുത്ത് വേവിച്ചതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വേവിച്ച പടവലം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നല്ലോണം വെള്ളം വറ്റി വെന്ത സാധനമാണ് കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ വേവിച്ചെടുത്ത് കേട്ടോ. വെള്ളം വെച്ചിട്ടാണ് വേവിച്ചത്, പക്ഷേ വെന്തപ്പം വെള്ളമൊക്കെ വറ്റി. ഇനി ഇതൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുന്നേ ഞാൻ ഇതൊന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ കരിഞ്ഞു പോലെ. അടുപ്പ് കുറച്ച് സ്പീഡിലാണ് കത്തുന്നത് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ചീനച്ചട്ടിയിലുള്ളത് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. തേങ്ങ ഒന്ന് വേവണ്ടേ, അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടിയൊക്കെ വെക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പേരിൻ്റെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞു തുടങ്ങിയാണ്. കറിയും ഉപ്പേരിയും ആയല്ലോ. ഇനി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ചേച്ചിക്ക് കുളിക്കാനായിട്ടുള്ള വെള്ളം വെക്കാനായിട്ട് കേട്ടോ. ചേച്ചിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം കുളിക്കാൻ. ഓവർ ചൂടൊന്നും ആവണ്ട, ലേശം ഒരു ചൂടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഏകദേശം ലാസ്റ്റ് പണിയൊക്കെ ആയി തുടങ്ങിയാണ്. ഉച്ച ആകുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം പണി കഴിയും കേട്ടോ. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി ഞാനൊന്ന് അടിച്ചു വരാൻ പോവും, തുടയ്ക്കാൻ പോവും. അപ്പോഴേക്ക് ഇതവിടെ നമ്മളെ ചോറൊക്കെ വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇനി ഒന്ന് എടുത്തിട്ട് പാത്രത്തിലേക്ക് ആക്കേണ്ട ഒരു പണിയും കൂടിയുള്ളൂ. പിന്നെ അതാ തേങ്ങയൊക്കെ ചിരവി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരോടും ബൈ.